വടക്കൻ കേരളത്തിലെ ഏറ്റവും വലുതും കേരളത്തിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ബാക്ക് വാട്ടേഴ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കണ്ടൽക്കാടുകളും അതിമനോഹരമായ ഐലൻഡുകളും ഏകദേശം 37 സ്ക്വയർ കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന കായലും അതിലൊരു അടിപൊളി കയാക്കിങ്. ഈ കണ്ണൂർ യാത്ര മനോഹരമാക്കാൻ വേറെ എന്താല്ലേ വേണ്ടത്? അതെ, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കണ്ണൂർ. വെൽക്കം ടു കവായി ബാക്ക് വാട്ടേഴ്സ്. കണ്ണൂർ വന്നിട്ടിത് 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം മഴ നിർത്താതെ തന്നെ പെയ്തു. പക്ഷേ അതൊന്നും നമ്മുടെ ട്രിപ്പിനെ ബാധിച്ചില്ല. 3 ദിവസം അടിപൊളിയായിട്ട് തന്നെ പോയി. അളകാപുരിക്കും പാളക്കയം തട്ടിന് ശേഷം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കവായി ബാക്ക് വാട്ടേഴ്സ്. പാളക്കയത്തിൽ നിന്ന് തലേദിവസം തന്നെ ഞങ്ങൾ പയ്യന്നൂരെത്തി. പയ്യന്നൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ കവായിലേക്ക്. പയ്യന്നൂരെത്തി. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ 700 രൂപയായുള്ളൂ. അതും നല്ല അടിപൊളി റൂമുകളൊക്കെ ആയിരുന്നു. ഇതായി കാണുന്നതാണ് പയ്യന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കണ്ണൂർ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനു മുന്നേ ഒരു തവണ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തട്ടത്തി മുറയത്ത് കണ്ടപ്പോഴാണ്. ഓരോ ഫ്രെയിമും കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ആദ്യമേ ഞാൻ വിചാരിച്ചു അത് സിനിമയുടെ പ്രത്യേകതയാണ്. പക്ഷേ കണ്ണൂർ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സ്ഥലവും അതുപോലെ തന്നെയാണ്. ഭയങ്കര മനോഹരമാണ്. ഏത് ഫ്രെയിം എടുത്താലും അടിപൊളിയായിരിക്കും. മഴ ഇങ്ങനൊരു വില്ലനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകളൊന്നും കറക്റ്റായിട്ട് പോകുന്നില്ല. തലേദിവസം തന്നെ ഞങ്ങൾ കയാക്കിങ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു. അവർ നേരത്തെ വരാനാണ് പറഞ്ഞത്. സോ അത് ഞങ്ങൾ 7 മണിക്ക് തന്നെ ഇറങ്ങി. കണ്ണൂരിലെ ലാസ്റ്റ് ദിവസമാണെന്ന്. സോ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നമ്മൾ കവ്വായി എത്തി. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഐ ലവ് യു കവ്വായി. ഇതാ കാണുന്നതാണ് ബോട്ട് ജെട്ടി. അവിടെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. കയാക്കിങ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ എത്തിയിട്ടില്ല. സോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് കയാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള റെയിൻ കോട്ടോ മൊബൈൽ കവറോ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് ആ ബ്യൂട്ടിഫുൾ വ്യൂ ഞാൻ കണ്ടത്. അങ്ങനെ ബോട്ടിൻ്റെ കൂടെ കയാക്കിങ് ചെയ്യിക്കുന്നവരും വന്നു. ഞങ്ങൾ 3 കയാക്കിംഗ് ബോട്ടുകളാണ് എടുത്തത്. ഒരെണ്ണത്തിന് 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കയാക്കിങ് മാത്രമല്ല, ഇവിടെ സ്പീഡ് ബോട്ടിങ് അവൈലബിൾ ആണ്. കയാക്കിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കയാക്കിങ് വളരെ ഈസി ആയിരുന്നു. ഞങ്ങളിവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇവർക്ക് വെബ്സൈറ്റും അവൈലബിൾ ആണ്. കവ്വായി കയാക്സ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ഞങ്ങളുമായിട്ട് കമ്പനിയായി. അത് ഈ ചേട്ടൻ മാത്രമല്ല, കണ്ണൂരുകാർ പൊതുവേ അങ്ങനെയാണ്. നല്ല അടിപൊളി മനുഷ്യരാണ്.
അങ്ങനെ നീണ്ട സമയത്തെ തുഴച്ചിലിന് ശേഷം നമ്മൾ കണ്ടൽക്കാടുകൾക്കടുത്തെത്തി. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. നോർമലി ഈ കാണുന്നിടത്ത് ഫുള്ള് വെള്ളമായിരിക്കും. വേലിയിറക്ക സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം കുറവ്. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടെ നമുക്ക് കയാക്കിങ് ചെയ്യാമായിരുന്നു. അത് ഞങ്ങൾക്ക് മിസ്സായി. കാണുന്നത് പോലെ അത്ര ഉറച്ച സ്ഥലമല്ല ഇത്, നല്ല ചെളിയാണ്. പക്ഷേ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ കാണുന്ന കണ്ടൽക്കാടുകൾ. അങ്ങനെ നീണ്ട നേരത്തെ കയാക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. 300 രൂപയ്ക്ക് 1.5 മണിക്കൂർ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. കണ്ണൂരിലെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കണ്ണൂർ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുമുണ്ട്. അളകാപുരി വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിനെ പറ്റിയുള്ള എൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റിമറിച്ചൊരു ട്രിപ്പാണിത്. അതിന് കാരണം കടലും കായലും കുന്നിൻ ചെരുവുകളും ആരാധനാലയങ്ങളും മാത്രമല്ല, മനുഷ്യരും കൂടെയാണ്.